എന്തായാലും തിരികെ റൂമിലെത്തിയിട്ട് നമ്മളുടെ നരേറ്റർ ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് തന്റെ ഷോൾഡർ നോക്കുവാണ്. ഇതുവരെ മറ്റൊരു കളറിലുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചറി, വല്ലാണ്ട് വിത്തേർഡൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ഇഞ്ചറി ഇപ്പം പിങ്ക് കളറിലാണ്. അത് ക്യൂറായി വരുന്നു, അതിന്റെ പെയിനിന് നല്ല റിലീഫ് ഉണ്ട് എന്ന് അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ക്വീനുമായിട്ടുള്ള വിസിറ്റിന് ശേഷം നമ്മളുടെ ഡിറ്റക്റ്റീവ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള 10 ദിവസത്തേക്ക്, ഓൾമോസ്റ്റ് ഒരു 10 ഡേയ്സിലേക്ക് അയാൾ മൊത്തത്തിൽ ഡിസ്ഗൈസിൽ പല പല കാര്യങ്ങൾ, അതായത് വേഷം മാറിയിട്ട് പല പല കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അയാൾ പല പല വേഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് സ്വീകരിച്ചത്. നല്ല പ്രായമുള്ള ചൈനീസ് മാനായിട്ടും ഒരു യങ് പ്ലേ ബോയ് ആയിട്ടും ഒരു ചുവന്ന ഹെയറുള്ള വിമനായിട്ടും അങ്ങനെ പല പല വേഷങ്ങൾ ഇയാൾ സ്വീകരിച്ചു. അങ്ങനെ എന്തൊക്കെയോ അയാൾ കണ്ടുപിടിക്കുന്നുണ്ട്, എന്തൊക്കെയോ ക്ലൂസ് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ വട്ടവും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അയാൾ പ്രത്യേകിച്ച് കുറെ നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ട്. അതൊന്നും ബാക്കി ആർക്കും വായിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള നോട്ട്സ് അല്ല, അയാൾക്ക് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇയാൾ എവിടെയൊക്കെയോ നോക്കി, ഈ നോട്ട്സിനെ നോക്കി എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അയാൾ ഫുള്ളി ആ ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ അയാളുടെ മൈൻഡിൽ. അതുകൊണ്ട് തന്നെ അയാൾ ഇത് കറക്റ്റായിട്ട് തൻ്റെ സെൽഫ് കെയറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. ഇതെല്ലാം കൂടെ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മളുടെ നരേറ്ററിനും ഒരു വിഷമമുണ്ട്. ഫ്രണ്ടല്ലേ, അപ്പം ഫ്രണ്ട് ഇതുപോലെ സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാണ്ട് ജോലി 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം ഇയാളും വറീഡാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം നമ്മളുടെ ഡിറ്റക്റ്റീവ് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള സോൾജിയറിൻ്റെ അടുത്ത് പറയുന്നത്, നമുക്കൊന്ന് തിയേറ്റർ വരെ പോയാലോ, അവിടെ ഒരു പ്ലേ നടക്കുന്നുണ്ട്, നമുക്ക് ആ പ്ലേ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അവിടെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, വാലറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം, എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സോൾജിയറിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വെപ്രാളമൊക്കെ കയറുകയും ചെയ്യും. ഇതിനിടയിൽ തന്നെ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ പ്രിൻസ് എങ്ങോട്ടൊക്കെയാണ്, ഫ്രാൻസ് ഡ്രാഗോ എങ്ങോട്ടൊക്കെയാണ് പോയത്, ഇതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്ത് ഞാനിപ്പോൾ ബ്രോത്തലിൽ പോയി, അങ്ങനെ പല പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും പ്രിൻസ് 2 വട്ടം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഈ തിയേറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്, തന്നെ എൻ്റെ ഫ്രണ്ടായിട്ട് ഞാനിവിടെ കൊണ്ടുവന്നതും അതുകൊണ്ടാണെന്ന് പറയുന്നു. അവിടെ നടക്കുന്നത് 3 ഷോർട്ട് പ്ലേസ് ആണ്. ഫസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമഡി അബൌട്ട് മിസ്റ്റേക്കൺ ഐഡന്റിറ്റീസ്. ഒരു ലീഡ് ആക്ടർ ഉണ്ട്, അയാൾ 2 ട്വിൻസിന്റെ വേഷമാണ് ചെയ്യുന്നത്. ഈ 2 പേരിൽ 2 പേരും ഒരു സ്ത്രീയുമായിട്ട് തന്നെ എൻഗേജ്ഡ് ആയി കഴിയുമ്പം അവിടെ നടക്കുന്ന കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു ഫ്ലവേഴ്സ് വിൽക്കാൻ വന്ന ഒരു ഓർഫൺ ആയിട്ടുള്ള കുട്ടി തണുത്ത് വിറച്ച് മരിക്കുന്നതിനെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു രണ്ടാമതായിട്ട് വന്നത്. മൂന്നാമത് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയുമായിരുന്നു. ഇനി ഇതിനകത്ത് പറയുന്ന ആ സ്റ്റോറി എന്ന് പറയുന്നത്, ആ സ്റ്റോറിക്കകത്തുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് HP ലവ്ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററിന്റെ കുറച്ച് ക്രിയേഷൻസും കാര്യങ്ങളുമാണ്. സോ ഷെർലക് ഹോംസിന്റെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റു പല ഇതുപോലത്തുള്ള റൈറ്റിംഗ്സിന്റെയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്റ്റഡി ഇൻ എംബറാൾഡ് എന്ന് പറയുന്ന ആ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. Now let's go back to the story that we were discussing. The third play എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഒരു കൈൻഡ് ഓഫ് പ്ലേ ആണെന്ന്, സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഒരു വില്ലേജ്, ആ വില്ലേജിൽ കടലിൽ നിന്ന് കുറച്ച് ഷേപ്സ് പൊങ്ങി വരുന്നതായിട്ട് അതിൻ്റെ വില്ലേജേഴ്സ് കാണുന്നുണ്ട്. അപ്പം ഈ കടലിൽ നിന്ന് വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഓൾഡ് വൺസ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ലവ് ക്രാഫ്റ്റിന്റെ ഒരു ക്രിയേഷനാണ് ഗ്രേറ്റ് ഓൾഡ് വൺസ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ഓൾഡ് വൺസ് എന്ന് പറയുമ്പോൾ അതിനെ ഡെയിറ്റീസ് ആയിട്ടാണ് കാണുന്നത്, ഗോഡ്സ് അല്ല. ഗോഡ്സിനെ പോലുള്ള പവർഫുൾ ആയിട്ടുള്ള കുറച്ച് എൻറ്റിറ്റീസ് ആണ് ദ ഗ്രേറ്റ് ഓൾഡ് വൺസ് എന്ന് പറയുന്നത്. ഇത് വേൾഡിലേക്ക് തിരികെ വരുവാണ് എന്നാണ് വില്ലേജേഴ്സിന്റെ വിശ്വാസം. ആ സമയത്ത് ഒരു പ്രീസ്റ്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് മോൺസ്റ്റേഴ്സ് ആണ്, അതിനെ തിരിച്ചു കൊണ്ടുവരരുത്, അതിനെ നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് സമ്മതിക്കരുതെന്ന് പറയുന്ന പ്രീസ്റ്റിനെ നമ്മളുടെ ഹീറോ ഉപദ്രവിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ പ്ലേക്കകത്ത് വരുന്നത്. എന്തായാലും ഈ പ്ലേ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിലേക്ക് പോയ നമ്മളുടെ ഡിറ്റക്റ്റീവിന്റെ ഫ്രണ്ടായിട്ടുള്ള നരേറ്ററും അവിടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്.
നമ്മളുടെ ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആസ് ഹെൻറി കാംബർലി. തൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് അവിടെ പ്രസന്റ് ചെയ്തത്. ഡിറ്റക്റ്റീവ് ആണെന്ന് പറയുന്നില്ല, കാരണം ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ ഹെൻറി കാംബർലി എന്ന് പറയുന്നത് ഒരു തിയേറ്റർ പ്രൊമോട്ടർ ആയിട്ടാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഷോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതിനകത്തുള്ള ഫുൾ കാസ്റ്റിനെയും കാര്യങ്ങളെല്ലാം ന്യൂ വേൾഡിലേക്ക് ഈ പ്ലേ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ള ഒരു ഓഫറൊക്കെ വെച്ചിട്ടിരിക്കുവാണ്. അങ്ങനെ അവിടുത്തെ ലീഡ് ആക്ടർ ആയിട്ടുള്ള ഷെറി വേർണറ്റിനെ കാണുന്നുണ്ട്. ഷെറി വേർണറ്റിന് തന്റെ ബിസിനസ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചേക്കുവാണ്, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ ഹെൻറി കാംബർലി. മാത്രമല്ല ആ തേർഡ് പ്ലേയുടെ കണ്ടിട്ട് അതവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പ്ലേ റൈറ്റ് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഷെറി വേർണറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ഷെറി വേർണറ്റ് പറയുന്നുണ്ട് അനോണിമസ് ആയിട്ട് തന്നെ നിൽക്കാനാണ് അതിൻ്റെ പ്ലേ റൈറ്റിന് ആഗ്രഹം, അതുകൊണ്ട് തന്നെ നെയിം അവർക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ നമ്മളുടെ ഡിറ്റക്റ്റീവ് തൻ്റെ കയ്യിലുള്ള ടൊബാക്കോ എവിടെ നോക്കിയപ്പോൾ ടൊബാക്കോ കാണുന്നില്ല. അപ്പം ടൊബാക്കോ കാണുന്നില്ല, എനിക്ക് കുറച്ച് ടൊബാക്കോ തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ ഷെറി വേർണറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ടൊബാക്കോ കളക്ട് ചെയ്യുന്നു. അത് എവിഡൻസ് ആയിട്ട് ആ പിഞ്ച് ഓഫ് ടൊബാക്കോ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഒരുപാട് നേരം ഇവരിങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഹെൻറി ഷെറിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊരു വിഷനുണ്ട്. ആ വിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റ് ഓൾഡ് വൺസ് ഹ്യൂമാനിറ്റിയെ റൂൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേൾഡിനെ പറ്റിയിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിനെ പറ്റിയിട്ടും ഒക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട്. അതൊരു പ്ലേ ആക്കി മാറ്റാനൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഷെറി വേർണറ്റിനും വളരെയധികം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. കൊള്ളാലോ, നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുകയും ചെയ്തു. And on the very next day morning itself, they have arranged a meeting. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആ പ്ലേക്കകത്ത് അഭിനയിച്ച അതിനകത്തുള്ള കാസ്റ്റും ക്രൂ എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ തിയേറ്റർ പ്രൊമോട്ടർ ആയിട്ടുള്ള ഹെൻറി വന്നിട്ട് എന്താണോ ഷെറിയുടെ അടുത്ത് പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെ അവരുടെ അടുത്തും പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് ഈ ഒരു ന്യൂ വേൾഡിലേക്കുള്ളൊരു ടൂറാണല്ലോ വെച്ചേക്കുന്നത്. സോ ദേ വെർ വെരി എക്സൈറ്റഡ്. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണ് ഈ ട്രൂപ്പിനകത്തുള്ള എല്ലാവരെയും നമ്മളുടെ ഡിറ്റക്റ്റീവ് പരിചയപ്പെടുന്നത്. തിരികെ പോവാൻ നേരം നരേറ്ററിൻ്റെ അടുത്ത് ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, എനിക്ക് ആ ക്രൈം ചെയ്ത ആൾക്കാരെ കിട്ടി. ഞാൻ 2 പേരെ അല്ലായിരുന്നോ ഞാൻ സസ്പെക്ട് ചെയ്തിട്ടിരുന്നത്. അതിനകത്തുള്ള ടോൾ മാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഷെറി വേർണറ്റ് ആണ്. രണ്ടാമതായിട്ട് അതിന് കൂടെ നിന്ന ഒരാളുണ്ട്. അപ്പം അയാളെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, ആ ബോഡി ഞാൻ പറഞ്ഞില്ലേ വളരെ വികൃതമായിട്ടുള്ള രീതിയിലാണെങ്കിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്തത് ആരായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ചെയ്യുന്ന തരത്തിലുള്ള പ്രിസിഷനോട് കൂടിയാണ് ആ ബോഡി അവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. സോ അതൊരു ലിംപിംഗ് ആയിട്ടുള്ള ഡോക്ടർ, അതായത് കുറച്ച് മുടന്തൊക്കെ ഉള്ളൊരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ തന്നെ ആയിരിക്കണം ഇത് ചെയ്തത്. ഇതെല്ലാം തെളിയിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിരുന്നു ദറ്റ് പിഞ്ച് ഓഫ് ടൊബാക്കോ. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഫയർ പ്ലേസിൽ ആഷ് മണത്ത് നോക്കിയപ്പോൾ എന്തൊക്കെയോ അയാൾക്ക് കിട്ടി. ആ ആഷുമായിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള സ്മെല്ലുമായിട്ട് മാച്ച് ആവുന്ന ടൊബാക്കോ ആയിരുന്നു നമ്മളുടെ ഷെറി വേർണറ്റിൻ്റെ കയ്യിൽ നിന്നും ഡിറ്റക്റ്റീവ് വാങ്ങിച്ച ടൊബാക്കോ. അങ്ങനെ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പം ഡിറ്റക്റ്റീവ് സോൾജിയറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നരേറ്ററിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് പ്രിൻസ് ഫ്രാൻസ് ഡ്രാഗോയെ കൊന്നത്. ഈ ടീം, അതായത് കൊല നടത്തിയ ആൾക്കാർ റെസ്ട്രേഷനിസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് പെടുന്നവരാണ്. അവരുടെ ഒരു റിവെഞ്ച് തന്നെയായിരുന്നു ഈ മേർഡർ എന്ന് പറയുന്നത്. അവരെന്തിനാണ് റിവെഞ്ച് ചെയ്യുന്നത്? അവരുടെ ബിലീഫ് എന്താണെന്ന് വെച്ചാൽ ദ ഗ്രേറ്റ് ഓൾഡ് വൺസ്, അതായത് നമ്മളുടെ ആ നാടകത്തിൽ, അവസാനത്തെ നാടകത്തിൽ കണ്ട ദ ഗ്രേറ്റ് ഓൾഡ് വൺസ് തിരികെ ഭൂമിയിലേക്ക് വരുന്നതും അവർ റൂള് ചെയ്യുന്നതിനും എതിരാണ് ഈ റെസ്ട്രേഷനിസ്റ്റ് എന്ന് പറയുന്നത്. സോ അവരുടെ ഹ്യൂമൻ അലൈസ് ആയിട്ടുള്ള ദ ഗ്രേറ്റ് ഓൾഡ് വൺസിൻ്റെ ഹ്യൂമൻ അലൈസ് ആയിട്ടുള്ള റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സും എല്ലാം ഇവർക്ക് എനിമീസാണ്. അപ്പം അവരുടെ കൂട്ടത്തിലുള്ള ആരെയെങ്കിലും കൊന്നു കഴിയുമ്പോഴാണ് അവർക്ക് റിവെഞ്ച് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ദേ കിൽഡ് ദ നെഫ്യൂ ഓഫ് ക്വീൻ വിക്ടോറിയ.
എന്തായാലും കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ അവിടെ എത്തുന്നു. ഇൻസ്പെക്ടർ ഹാൻഡ് കഫും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ രണ്ടുപേരെ അടുത്ത ദിവസം ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നത് കൊണ്ട് ഇവരെ രണ്ടുപേരെ നമുക്ക് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് വന്നിരുന്ന സമയത്താണ് നമ്മളുടെ ഡിറ്റക്റ്റീവ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ മെത്തഡോളജി ഇങ്ങനെയൊക്കെയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോറിൽ ആരോ നോക്ക് ചെയ്തു. നോക്കുമ്പം ഈ രണ്ടുപേരുമല്ല, ഷെറിയുമല്ല, ഡോക്ടറുമല്ല, അത് മറ്റൊരു കുട്ടിയായിരുന്നു. ഒരു കുട്ടി, അവൻ്റെ കയ്യിൽ ഒരു നോട്ടുണ്ടായിരുന്നു. ആ നോട്ട് ലെറ്റർ ലൈക്ക് തിങ്. ആ ലെറ്റർ നമ്മളുടെ ഡിറ്റക്റ്റീവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഡിറ്റക്റ്റീവ് അത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ പറയുന്നു, എനിക്കറിയാം നിങ്ങൾ ഞങ്ങളെ കൊടുക്കാനായിട്ട് വന്ന ഡിറ്റക്റ്റീവ് ആണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെസ്റ്ററേഷനിസ്റ്റിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾ എന്തായാലും പിടിതരാനായിട്ട് നിൽക്കുന്നില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിൻസ് ഫ്രാൻസ് ഡ്രാഗോയെ എങ്ങനെയാണ് അവർ പിടിയിലാക്കിയെന്ന് പറഞ്ഞാൽ, ഒരു യങ് ആയിട്ടുള്ള പെൺകുട്ടിയെ തരാമെന്ന് പറഞ്ഞപ്പം നമ്മളുടെ കുറച്ച് ഒരു വിമനൈസർ ആയിട്ടുള്ള ഫ്രാൻസ് ഡ്രാഗോ അവരുടെ കൂടെ പോരുന്നതാണ്. അവർക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ദ ഗ്രേറ്റ് ഓൾഡ് വൺസിൻ്റെ സപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ അവസാനിക്കുന്നത്. അവസാനം പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എനിമിയാണ് ഞങ്ങൾക്ക് എന്നും നമ്മുടെ ഡിറ്റക്റ്റീവിനെ പറ്റിയിട്ട് ഈ ലെറ്ററിനകത്ത് ഷെറി വേർണറ്റ് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങളെ പിടിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഞങ്ങൾ ഇനി പിടിതരത്തില്ല. ഞങ്ങൾ ഈ ലെറ്റർ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഞങ്ങൾ മറ്റൊരിടത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും. ഓൾസോ ഈ ലെറ്റർ സൈൻ ചെയ്തിരിക്കുന്നത് അന്ന് ആ ബോഡി കണ്ടപ്പം അവിടെ കണ്ട അതേ റേഷ് എന്ന് പറയുന്ന ആ ലെറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ്, വിച്ച് മീൻസ് റിവെഞ്ച്. അങ്ങനെ എന്തായാലും നമ്മളുടെ ഡിറ്റക്റ്റീവ് ഇതെല്ലാം വായിച്ചതിന് ശേഷം പറയുന്നുണ്ട്, സെയിൻറ്റ് ജൈൽസ്, അതായത് നമ്മളുടെ മേർഡർ നടന്ന സീനിലേക്ക് അത് കാണാനായിട്ട് പോയ സമയത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ ആയിരിക്കണം ഇവർ രണ്ടുപേരും ഒളിച്ചിരിക്കുന്നത്. കാരണം സെൻറ്റ് ജൈൽസിൽ പോയി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ പോലീസിന് ഒരു കാരണവശാലും ആക്സസ് ഇല്ല. അവിടെ വളരെ ഈ ഹൂളിഗൻസിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ്, ഗുണ്ടകളുടെയൊക്കെ ഒരു സ്ഥലമാണ്. അതുപോലെ ഫുള്ളി ക്രൈം ചെയ്തിട്ട് നിൽക്കുന്ന ക്രിമിനൽസിൻ്റെ ഒരു ഏരിയ ആണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോലീസിന് ആക്സസ് ഇല്ലാത്തതും അവിടെ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റത്തുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടെ തന്നെ സ്റ്റേ ചെയ്യുമായിരിക്കണം എന്ന് നമ്മളുടെ ഡിറ്റക്റ്റീവ് പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ് ഇൻസ്പെക്ടർ അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്തു, എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഈ നോട്ട് കിട്ടി, നിങ്ങൾ ഇനി മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്താതെ ഇപ്പം തന്നെ ബേൺ ദിസ് ലെറ്റർ ഇൻ ടു ആഷസ്. കാരണം ഇതിനി വേറൊരാളുടെ എങ്ങനെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ റോയൽ ഫാമിലിയെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ലെറ്ററാണത്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് പബ്ലിസിറ്റി കൊടുക്കുകയോ മൊത്തത്തിൽ ഇത് ആരുടെ കൈവശം ഇരിക്കുന്നോ അവർക്ക് തന്നെ മൊത്തത്തിൽ ഒരു പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് ബേൺ ഇറ്റ് ഡൗൺ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ഡിറ്റക്റ്റീവ് പറയുന്നു, അത് ഞാൻ എപ്പോഴേ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ, ഓക്കെ ഞാനത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇൻസ്പെക്ടർ പറയുന്നു, ഗുഡ് ഫോർ യു, അതാണ് നല്ലത്. പക്ഷേ ആക്ച്വലി ഇയാളത് ബേൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ഒരു എവിഡൻസ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു എന്നുള്ള തരത്തിലും അടുത്തൊരു ജനറേഷൻ, മേ ബി ഈ ജനറേഷൻ അറിഞ്ഞെന്ന് വരത്തില്ല, 2-3 ജനറേഷൻ കഴിഞ്ഞുള്ള ജനറേഷന് ഹിസ്റ്ററി പഠിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു എവിഡൻസ് ആണിത്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്ട്രോയ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിലെ സ്റ്റോർ റൂമിൽ ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു നോട്ടും കൂടെ അവിടെ സ്പെഷ്യലി പറയുന്നുണ്ട്, ഇത് കൊണ്ടുവച്ച സമയത്ത് ആരൊക്കെ ജീവനോടുണ്ടായിരുന്നോ അവരെല്ലാം മരിച്ചതിന് ശേഷം മാത്രമേ ഇത് പുറം ലോകം കാണാവൂ. കാരണം ആ സമയത്ത് പുറത്തിറങ്ങിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഈ നോട്ട്. അല്ലാതെ എല്ലാവരും മരിച്ചതിന് ശേഷം ഈ നോട്ട് ബാക്കിയുള്ളവർ കണ്ടെന്ന് വെച്ച് പ്രശ്നം വരാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ, റഷ്യയുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പം അധിക കാലം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്.